ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു യോഗം ഇന്ന് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഞാൻ വിളിക്കുകയുണ്ടായി. ഈ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇലക്ഷൻ പ്രഖ്യാപനം വന്നതിന് ശേഷം പെട്ടെന്ന് പൊളിറ്റിക്കൽ പാർട്ടീസിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ബ്രീഫിംഗ് നൽകണം കൊടുക്കണം എന്നുള്ള നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ്റെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർന്നാണ് ഇത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ബ്രീഫിംഗ് മീറ്റിംഗ് ഇന്ന് ഇവിടെ ഉണ്ടായത്. As per the direction of the Election Commission to brief the political parties about the model code of conduct. അതായിരുന്നു ഡയറക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ. അത് വേണ്ടിയിരുന്നത് ആ പ്രഖ്യാപനം വന്ന ദിവസം രാത്രിയിൽ തന്നെ ആക്കാമായിരുന്നു. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടീസിന് നോട്ടീസൊക്കെ കൊടുക്കാൻ സമയം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വെച്ചത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എജൻഡയിൽ ഞങ്ങൾ അവരോട് പറഞ്ഞ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്തൊക്കെ പുതിയ സംവിധാനങ്ങൾ ചെയ്യാൻ പോകുകയാണ്, ഏതൊക്കെ രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ അവരോട് പറയാവുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അവരുടെ കൺസേൺസ്, അവരുടെ ചില അഭിപ്രായങ്ങളും അവരുടെ കുറച്ച് ആശങ്കകൾ അവർ എന്നോട് പറയുകയുണ്ടായി. ആദ്യത്തെ പോയിൻ്റ് അവരോട് പറയുന്നതിനാണ് VVPAT പ്രവർത്തനത്തെ പറ്റിയാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ VVPAT എങ്ങനെ പ്രവർത്തിക്കും? കാരണം നേരത്തെ VVPAT ഇല്ലായിരുന്നു. അപ്പോൾ 100% നമ്മുടെ സംസ്ഥാനത്തിൽ ഈ പ്രാവശ്യം 24,970 പോളിംഗ് ബൂത്ത്സിലെ VVPAT സംവിധാനം ആയിരിക്കും. VVPAT പ്രവർത്തനത്തെപ്പറ്റി ചില കാര്യങ്ങൾ ഞാൻ അവരോട് പറയുക ഉണ്ടായി. VVPAT പ്രവർത്തനം കാര്യക്ഷമതയും ഇതിൻ്റെ എഫിഷ്യൻസി പറ്റി ഇത് ആരെങ്കിലും ടെമ്പർ ചെയ്യാനുള്ള സാധ്യത ഒട്ടുമില്ല. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. Nobody can tamper with the VVPAT or EVM. Only problem happens when the officers are mishandling it or keeping it under the direct light or not operating it properly, not switching the button properly, not closing the button properly, then it goes out of order. Otherwise, as such, ഈ മെഷീനിൽ യാതൊരു പ്രശ്നമില്ല. ഇത് 100% ടെമ്പർ പ്രൂഫാണ് എന്നുള്ള കാര്യം അവർക്ക് ഞാൻ വ്യക്തമാക്കി. കാരണം അവരുടെ മനസ്സിൽ ചിലപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് മനസ്സിൽ വരാറുണ്ട് അങ്ങനെ ഹാക്കിങ് ചെയ്യാൻ പറ്റും, ടെമ്പർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവരോട് ഞാൻ ഇത് നന്നായിട്ട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യങ്ങളാണ് വിജിലിൻ്റെ അവരോട് പറഞ്ഞത്. വിജിൽ മൊബൈൽ ആപ്പ് ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രാവശ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ലംഘനം എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ ഉള്ള ഫോൺ ഉപയോഗിച്ച് ആ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ലംഘനം ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓൺലൈൻ ഈ വിജിൽ ആപ്പ് വഴി ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമായിരിക്കും ഈ ഓൺലൈൻ വിജിലിൽ വരുന്ന കംപ്ലൈൻറ്റ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ 2 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കൂടി ഇതിൽ അയക്കാൻ പറ്റും, ഫോട്ടോഗ്രാഫ് അയക്കാൻ പറ്റും. ഒരു ഹേറ്റ് സ്പീച്ച് ആരെങ്കിലും നടക്കുകയാണെങ്കിൽ ഹേറ്റ് സ്പീച്ച് റെക്കോർഡ് ചെയ്തിട്ട് അയക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും പോസ്റ്ററോ വേറെ എന്തെങ്കിലും ലീക്കർ കേസ് എന്തെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ആർക്കെങ്കിലും ഒരു ഭീഷണിയോ കൊലപ്പെടുത്താനോ എന്നുള്ള ഒരു പ്രലോഭനങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ജനങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റും ഈ മൊബൈൽ ആപ്പ് വഴി. ഇതിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ഞങ്ങൾ എല്ലാ ജില്ലകളിലും 14 നോഡൽ ഓഫീസർമാർ നിയോഗിച്ചിട്ടുണ്ട്. ബാക്കി ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത് അതിൻ്റെ ചെറിയ ഒരു ഏഡും ഞാൻ പേപ്പറിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് ഗൂഗിൾ സ്റ്റോറിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിലെ ഈ ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഉണ്ടാവും. ബാക്കി കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഇത് കാര്യങ്ങൾ അവരോട് ഞാൻ പറയുകയുണ്ടായി. പിന്നെ മൂന്നാമത്തെ കാര്യം ഈ ജില്ലാടിസ്ഥാനത്തിൽ നമ്മൾ 1950 എന്നുള്ള വോട്ടർ ഹെൽപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ഇല്ലെങ്കിൽ ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ സാധിക്കും. ഞാൻ നേരത്തെയും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽപ്പ് ലൈനിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താൻ വേണ്ടി അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവ് കുറേ കാലമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് കേരളത്തിലെ. പക്ഷേ ഈ പ്രാവശ്യം വളരെ ശക്തമായിട്ട് ഈ ഹരിത ചട്ടം ഗ്രീൻ പ്രോട്ടോകോൾ ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ്. സൗഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് 2 ദിവസം മുൻപ് വന്നിട്ടുണ്ട്. ആ ജഡ്ജ്മെൻറ്റ്
ഇതിൻ്റെ കോപ്പീസ് ഞങ്ങൾ അവർക്ക് തന്നിട്ടുണ്ട്. ഈ ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കാൻ പൊളിറ്റിക്കൽ പാർട്ടി എല്ലാം അവർ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ കോപ്പി ഞാൻ തരാം. ഈ കോപ്പി വെച്ചിട്ട് ജഡ്ജ്മെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് that there will be no use of PVC flex boards and other non-biodegradable materials as campaign material in the state of Kerala. Double bench in the judgment ആണിത്. ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ എല്ലാ കളക്ടർമാർക്ക് DO വഴി ശക്തമായിട്ട് ഇതിൻ്റെ വിവിധ പോയിൻറ്റ്സ് നടപ്പിലാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടിയുമായി ഇന്ന് ഞാനിത് അവരോട് പറഞ്ഞിട്ടുണ്ട്. PVC ഫ്ലേക്സ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി എവിടെയെങ്കിലും PVC ബോർഡ്സ് ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി നിർദ്ദേശം ഞാൻ കളക്ടർമാർക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ഒരു ജിയോ ഞങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പി നമ്മൾ തരുന്നുണ്ടല്ലോ. ഇപ്പോൾ എല്ലാവർക്കും കോപ്പി നിങ്ങൾക്ക് കിട്ടും ആ ജിയോയിൽ. കാരണം അത് തുണി അല്ലെങ്കിൽ പേപ്പർ രണ്ട് സാധനം ഉപയോഗിക്കാം, നോട്ട് ദി PVC വൺ. or polyethylene or very എന്തെങ്കിലും materials which are non-biodegradable should not be used. It is completely banned as per the judgment of the Honorable High Court. So we are going to implement it very strictly, and I have requested the political parties to cooperate with us. ഒരു അൺപ്ലീജൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരാൻ പാടില്ല. ഒരു പോസ്റ്റർ അവിടെ അവർ വെച്ചു, നമ്മൾ റിമൂവ് ചെയ്തു, സ്വമേധയോ അവർ തന്നെ ഇത് പാലിക്കേണ്ടതുണ്ട്. പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് നടപടിയെടുക്കും. യാതൊരു രീതിയിൽ അത് ആരുടെയും ഒരു ഫിയർ ഓർ ഫേവർ ഇല്ലാത്ത രീതിയിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രാവശ്യം നിങ്ങൾ എല്ലാവർക്കും അറിയാം, അവരോട് ഇത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഈ നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്യുമ്പോൾ ഫോം നമ്പർ 26 ഇതിൻ്റെ കൂടെ ഒരു അഫിഡേവിറ്റിൽ അവരുടെ ക്രിമിനൽ റെക്കോർഡ്സ്, ക്രിമിനൽ കേസുകൾ വെളിപ്പെടുത്തണം സ്വമേധയോ. അത് നിർബന്ധമാണ്. They have to give the details of all the criminal cases which they are facing right now. FIR ആണെങ്കിൽ FIR, പോലീസ് കേസ് ആണെങ്കിൽ പോലീസ് കേസ്, അത് അവർ ഈ അഫിഡേവിറ്റ് വഴി റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ഈ നോമിനേഷൻ ഫയൽ ചെയ്യുമ്പോൾ കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. കൊടുത്തതിന് ശേഷം 3 പ്രാവശ്യം പബ്ലിഷ് ചെയ്തിരിക്കണം. 3 പ്രാവശ്യം, ഫ്രം ദ ഡേറ്റ് ഓഫ് നോമിനേഷൻ ടിൽ ദ ഡേറ്റ് ഓഫ് പോളിംഗ്. ഈ ഇടയ്ക്ക് 3 പ്രാവശ്യം പ്രാദേശികമായിട്ടുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളിലും പിന്നെ ഈ വിഷ്വൽ മീഡിയം ടി വി ചാനൽസ് 3 പ്രാവശ്യം. അതിൻ്റെ തെളിവ്, ഡോക്യുമെൻ്ററി എവിഡൻസ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കുക. ഇതിൻ്റെ മുഴുവൻ ചിലവ് കാൻഡിഡേറ്റിൻ്റെ അക്കൗണ്ടിൽ പോകും. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് കൂടി അവർക്ക് തന്നിട്ടുണ്ട്. ചില അവരുടെ ആശങ്കകൾ ഉണ്ടായിരുന്നു ഇതിൽ. പക്ഷേ ഈ സുപ്രീം കോടതിൻ്റെ ജഡ്ജ്മെൻറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇതിൽ എന്തെങ്കിലും ഇളവ് കൊടുക്കാൻ പറ്റും. ബിക്കോസ് ദിസ് എ ന്യൂ ഇനിഷ്യേറ്റീവ്. സം ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഫീലിംഗ് അൺകംഫർട്ടബിൾ. അവർക്ക് ഒരു ചെറിയ ഒരു എക്സ്പോസ്, അവരുടെ മുഖം പുറത്ത് ജനങ്ങൾക്ക് അറിയും അങ്ങനെ ചെയ്താൽ, വെളിപ്പെടുത്താൽ. അപ്പോൾ ചിലപ്പോൾ അവർ ഈ വെളിപ്പെടുത്താൻ മടിക്കും ചിലപ്പോൾ. പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് അവരുടെ കേസിനെ പറ്റി അറിയുവാണെങ്കിൽ they will inform the returning officer. In that case the action will be taken. Why this is done? This is part of the electoral reforms. കാരണം കുറേ നാളായിട്ട് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ദിസ് ഇസ് ക്രിമിനലൈസേഷൻ ഓഫ് ദ പൊളിറ്റിക്സ്. Lot of criminals are entering into the various bodies. How to prevent them? Right now we can't prevent them to contest, because it is a settled law right now that unless and until a person is convicted, you cannot prevent him to contest. അതാണ് ഇപ്പോഴത്തെ പൊസിഷൻ. അപ്പോൾ കൺവിക്ഷൻ വരാറില്ല, വളരെ കുറവാണ് കൺവിക്ഷൻ. അപ്പോൾ സുപ്രീം കോടതി ഈ ലോ അവിടെ പാർലമെൻറ്റിലെ ബില്ലുണ്ട്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഓക്കെ, കൺവിക്ഷൻ വരെ കാത്തിരിക്കേണ്ട, എന്തായാലും നിങ്ങൾക്ക് എതിരായിട്ട് എത്ര കേസാണ് അത് വെളിപ്പെടുത്തിയാൽ മതി. അറ്റ്ലീസ്റ്റ് ദിസ് വിൽ ബി എ സ്മോൾ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ടു reform the electoral process and to bring little bit purity in this process. What extent it will succeed, let us see. How many people honestly declare the cases, let us see. This is the first time. Maybe many of them may not disclose. They are in tendency of hiding. Why they will disclose? Sometimes they will hide it, but some people can bring it to the notice of the returning officer. So this is one of the things which I told them very clearly.
and they have no option except to accept complying by this. ഞാൻ പറഞ്ഞു വരെ ഓപ്ഷനേ ഇല്ല, നിങ്ങളത് കംപ്ലൈ ചെയ്തിരിക്കുക. അവസാനത്തെ പോയിൻ്റാണ് അവരോട് ഡൂസ് ആൻഡ് ഡോൺട്സ്. മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ഈ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഏത് കാര്യം അവർക്ക് ചെയ്യാൻ പറ്റും, ഏത് കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന വളരെ വ്യക്തമായിട്ട് അവർ ഡൂസ് ആൻഡ് ഡോൺട്സിൻ്റെ ഇത് ഞാൻ കോപ്പി തന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടായിരുന്നു, അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4-5 പോയിൻറ്റ്സ് അവരോട് ഈ വെളിച്ചത്തിലാണ് ഇത് അവർ ചെയ്തത്. ആദ്യത്തെ പോയിൻ്റാണ് നോ അപ്പീൽ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ് ഓർ കമ്മ്യൂണൽ ഫീലിങ്സ് ഓഫ് ദ ഇലക്ടേഴ്സ് ഷുഡ് ബി മേഡ്. ഇതാണ് രണ്ടാമത്തെ പോയിൻറ്റ് ഏജ് പെർ ദി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. രണ്ടാമത്തെയാണ് നോ ആക്ടിവിറ്റി വിച്ച് മേ എഗ്രിവേറ്റ് എക്സിസ്റ്റിംഗ് ഡിഫറൻസസ്. നിലവിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ശത്രുതയോ കൂടുതൽ വഷളാക്കാൻ വേണ്ടി ശ്രമിക്കാൻ പാടില്ല. ഓർ ക്രിയേറ്റ് മ്യൂച്വൽ ഹേട്രേഡ്, പരസ്പര വിദ്വേഷം, പരസ്പര ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം ചെയ്യരുത്. മൂന്നാമത്തെ ഓർ കോസ് ടെൻഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കാസ്റ്റ്സ്, കമ്മ്യൂണിറ്റീസ്, റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ് etc. They should not do any activity which aggravates the law and order problem or any of the problems. നാലാമത്തെ പോയിൻ്റാണ് നോ യൂസ് ഓഫ് ടെമ്പിൾസ്, മോസ്ക്സ്, churches, gurudwara or any place of worship for election propaganda, including speech, poster, music or electioneering etc. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇതാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഈ 1951 റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ ആദ്യത്തെ പോയിന്റ് ഇത് തന്നെയാണ്. എനിബഡി യൂസിങ് റിലിജൻ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി or provoking the feeling is a corrupt practice. It will be considered as a corrupt practice as per the section 123A of the Representation of People's Act. മറ്റേത് അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, this election process is a secular process. ഒരു മതേതര ഒരു പ്രക്രിയയാണ് ഇത് സുപ്രീം കോടതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റാണ് വന്നിട്ടുള്ളത്. അഭിരാം കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും അഭിരാം സിംഗ് വിധി, അഭിരാം സിംഗിൻ്റെ ജഡ്ജ്മെൻറ്റാണ് 2017. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് that nobody should use the religion, caste or communities or other things to provoke the feeling of the people, and they have very clearly said that election പ്രക്രിയ ഒരു സെക്യുലർ പ്രോസസ്സാണ്. ഈ മതേതര സ്വഭാവത്തെ ഡിസ്റ്റർബ് ചെയ്യാനോ ഇത് തകർക്കാനോ ഇതിൽ കോട്ടം വരുത്താൻ ശ്രമിക്കുന്ന ഏതൊരു അറ്റംപ്റ്റ്, ഏതൊരു സ്പീച്ച്, ഏതൊരു ആക്ട്, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി വോയിലേഷൻ ഓഫ് ദി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. ഇതൊക്കെ കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരോട് ഞാൻ വേറെ കാര്യം പറഞ്ഞത്, അവർ തന്നെ ഉണ്ടാക്കിയ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റാണ് ഇത്. ഇറ്റ് ഈസ് ഹാവിങ് നോ ലീഗൽ ഫോഴ്സ്. ലീഗൽ സാങ്ക്ടിറ്റി ഇല്ലെങ്കിലും it has tremendous moral force, ethical force, because this was adopted unanimously by the political parties. അപ്പോൾ ഇത് പാലിക്കാനോ ഇത് നടപ്പിലാക്കാനുള്ള വലിയ ചുമതല അവർക്കാണ് ഉള്ളത്. അത് ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഈസ് ജസ്റ്റ് ലൈക്ക് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി വിച്ച് ആർ നോൺ ഫോർസിയബിൾ. യു കൻ നോട്ട് ചാലഞ്ച് ഇൻ ദ കോർട്ട്. ലൈക്ക് model code of conduct is also like that, but it has got a tremendous moral force. ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നടപ്പിലാക്കാൻ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഉണ്ട്. അപ്പോൾ അത് അവർക്ക് തള്ളിക്കളയാൻ ഇത് പറ്റത്തില്ല. അവർ ബാധ്യസ്ഥരാണ്. അവർ പാലിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വോയിലേഷൻ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നാൽ അത് തീർച്ചയായിട്ടും ശക്തമായിട്ട് നടപടി എടുക്കും. മുഖം നോക്കാതെ നടപടി എടുക്കും. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ നിഷ്പക്ഷതയും ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥൻ്റെ പറ്റി എന്തെങ്കിലും ഒരു പരാതി വന്നാൽ അത് ശക്തമായിട്ട് നടപടി എടുക്കും. അതാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. യെസ് പ്ലീസ്. If it is used in the religious context, Sabrimala is a religious place. It's a religious place.
you should not you should not invoke the Lord Ayyappan's name to get the vote. It's very clear. Idile paranitlo it comes under point number 6 very clearly. It has a religious connotation. Baki issues endane, they are free to discuss any issues. I have nothing to say about that. Because the cherry or misunderstanding avarku undayittundu that I have put the ban on that. Angane oru ban njan ide vechite ban akan pattathilla. But can they use the name of Sabarimala temple for soliciting the vote? No. ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുമല്ലോ ആ സമയത്ത് that I have never said anything about that because മറ്റൊരു കാര്യമുള്ളത് ഞാനാണ് ഈ ശബരിമല ഉപയോഗിച്ചത്. ഇറ്റ് ഈസ് ദ ആൻസർ വിച്ച് ഐ ഗേവ്. യു ആസ് ദ ക്വസ്റ്റ്യൻ ടു മീ. ഇത് താങ്കൾ ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ശബരിമല എന്നുള്ള വാക്യം. ഞാനില്ല ഇത് സ്റ്റാർട്ട് ചെയ്തത്. Election campaign, a political issue can be differentiated from a religious issue. It's a contradicting statement. How we are not clear about it? What I said, I have already said. Nothing to add, nothing to subtract. This is what is said. Sabarimala is also a temple. If somebody is using temple for soliciting name of the temple or mosque in the name of and soliciting the vote, that is clear violation under point number 6. Baki issues I am not talking about. The thing is, ശബരിമലയിലെ ആചാരവും വിശ്വാസവും ലംഘിക്കാൻ സംസ്ഥാന സർക്കാർ കൂട്ടുന്നു. ഇതൊരു ക്യാമ്പയിനാണ്. I have made it very clear to them. They have completely understood what my position is and what they are supposed to do. രാമക്ഷേത്രം എന്ന് പറയുന്ന അയോധ്യ ഇഷ്യൂ എത്രയോ കാലമായി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ കോൺടെക്സ്റ്റ് ഇതും കൂടെ നോക്കുമ്പോൾ എങ്ങനെ? Well, that is what I am saying. The responsibility lies with them to what extent they use these things. Are they trying to create? I told them that it is up to you. If I don't advise you for certain things, it will be free for all. So the responsibility lies on them. എത്രത്തോളം അവർ ശബരിമല ഉപയോഗിക്കാൻ അവർ ശ്രമിക്കില്ല, ഏത് ഇഷ്യൂസ് ആണ്, that is their decision. I can't prevent that, you know. My only point is the religious connotation വരാൻ പാടില്ല. ശബരിമലയുടെ ഒരു പടം അല്ലെങ്കിൽ ശബരിമലയിലുണ്ടായ പോലീസ് ആക്ഷൻ സംബന്ധിച്ച വീഡിയോ ഇത്തരം കാര്യങ്ങൾ ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു വയലേഷൻ ആയിരിക്കുമോ? അതിനെതിരെ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും? Let us see how it goes. Let us see when it comes to our notice. We'll examine each case on the basis of the report which we receive from the districts. And I can't predict anything. I have just told them to cooperate and not to provoke the religious feelings of the people by using temple, mosque or churches, etc. The question is using a picture of police action against the XYZ people who went there. Is that violation or not? I mean, using that picture, that police action or some other form of action against the devotees. If it creates a problem, definitely it is a provocative thing, na? It's a provocative thing. If it creates tension, any visual effect or any picture or any statement which creates disharmony among the people, that will be clear violation of the Model Code of Conduct. And we will get a report from the police on that. So then it is very clear. Anything which you say, anything which is debatable point on Sabarimala, it can create disharmony among any number of persons. Let us see how they discuss about it. Let us see. That is there. I can't prevent them. I can't put a ban or gag on them. Don't discuss this, that. I can only advise them. I can only appeal them. So what is the action? What is the action you would be taking? I have given direction to the collectors. They are the returning officers. My job is not to take the action. My job is to supervise the actions being taken by the district authorities. Legally, it is the returning officer who has to take the action. Ende Sraddhayil Vannale, I will get the report and send it to the election commission with my comments. Adane ee Model Code of Conduct le idile sherike, it has no legal sanction, so I can't pass the orders. I can only appeal, I can only ask the political parties to abide by this, and they have to draw the lines. That's fine, sir. So if you send a report, on the basis of that report, the election commission issues a notice to a particular party. Yes. Can they resort to the same violation a second time when they are facing a notice? Action will be taken. IPC is there.
It is not only People's Representation Act, it's IPC. Any activity which falls under a crime as per the IPC, police case will be booked against them. But So there is a legal action there. Absolutely. Action will be there. Action will be there. BJP പറയുന്നത് സാർ അനുമതി കൊടുത്തു എന്നുള്ളതാണ് ഒരു വെളിയിൽ വന്നത്. എൻ്റെ അനുമതി കൊടുക്കണു. ശബരിമല യൂസ് BJP was saying that they have given the permission. No. There is no question of permission. I don't want to say anything beyond this. I said this is what. Do whatever you want to do. We will see. സർ, ഒരു ക്ലാരിഫിക്കേഷൻ, രാഷ്ട്രീയമായി ഈ വിഷയം ഉന്നയിക്കാൻ പറ്റുമെന്നാണ് BJP മീറ്റിംഗിന് ശേഷം പറഞ്ഞത്. രാഷ്ട്രീയമായി ശബരിമല വിഷയം ഉന്നയിക്കാൻ പറ്റുമെന്നാണ്, അതിനുള്ള അനുമതി കൊടുക്കുമെന്നാണ് BJP പറയുന്നത്. സാർ, ഈ ശബരിമല എന്ന വാക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശബരിമല എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ടല്ലോ. പ്രചരണത്തിൽ വോട്ട് തേടുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ക്യാമ്പയിൻ, പബ്ലിക് സ്പീച്ച് ഒക്കെ വരിക. They will use it. അത് നടപടി ഉണ്ടാകും. They will use it at ശബരിമല. എൻ്റെ പേര് മാത്രം ഉപയോഗിച്ചാൽ ഇല്ല. ഞാൻ പറഞ്ഞത് ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു കനോട്ടേഷൻ വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ റിലീജിയസ് തിങ് ടു ഗെറ്റ് ദ വോട്ട്സ്. ബാക്കി അവരുടെ പരസ്പര പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലെറ്റ് ദം ഡിസ്കസ്. ഹെട്രേഡ് ഉണ്ടാക്കാൻ പാടില്ല in the name of religion. If you force me to say a lot of things, then you will create more controversy. Please avoid that. So the problem is, Clarity is according to required. section It is clear.